പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരാൾ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ അഥവാ ആത്മവിശ്വാസത്തിന്റെ അളവ് നമുക്കൊരാളുടെ ഹാൻഡ് റൈറ്റിംഗ് കൈയക്ഷരങ്ങളിലൂടെ വായിച്ചെടുക്കാൻ പറ്റുമോ? ഒരാളുടെ വൈകാരിക അവസ്ഥ, ഇമോഷണൽ സ്റ്റേറ്റ്, നിങ്ങൾക്ക് ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് വായിച്ചിട്ട് നോക്കിയിട്ട് അതിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുമോ? ഒരാളുടെ തിങ്കിങ് പാറ്റേൺ മനസ്സിലാക്കിയെടുക്കാൻ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ മതിയോ? അങ്ങനെ ആണെങ്കിൽ അത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ്. ഒരു ശാസ്ത്രമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ല എങ്കിൽ തന്നെയും US ഇന്ന് ഹാൻഡ് റൈറ്റിംഗ് ഒരു യൂണിവേഴ്സിറ്റി തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മളിപ്പോ ഒരു കരിയറിലേക്ക് ഒരാളെ ചൂസ് ചെയ്യുകയാണ്. ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൈയക്ഷരം നോക്കി വിലയിരുത്താൻ പറ്റും. ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാകും. അപ്പോൾ വളരെ കൗതുകകരമായ ഇൻഫർമേഷൻ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേൾക്കുക. അവസാനം വരെ എല്ലാവരും ഈ പ്രോഗ്രാം വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആ വിഷയങ്ങളിലേക്ക്, അതിന്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നിങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ഇന്ന് ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ആണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. ഹാൻഡ് റൈറ്റിംഗ് എന്നതിന്റെ പ്രത്യേകത എന്താ? കൈയക്ഷരവും ഒരാൾ സംസാരിക്കുന്നതുമുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് നോക്കാം. നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ കോശങ്ങൾ 10 മുതൽ 20% വരെ ആക്റ്റീവ് ആവുന്നു എങ്കിൽ നമ്മൾ കൈ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ 85% മുതൽ 90% വരെ ഒരാള് ബ്രെയിൻ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ എഴുതാൻ പറഞ്ഞാൽ മടിയാണ്, അല്ലേ? അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ഇത്രയധികം പ്രചാരം സിദ്ധിക്കുകയും അതിലേക്ക് അങ്ങോട്ട് വ്യാപൃതരായും ചെയ്യുന്ന ഒരു സമൂഹത്തോട് എഴുതാൻ പറയുമ്പോൾ മടിയുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം, ജീവിതത്തിൽ വിജയിച്ച ഒട്ടനവധി ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവര് എഴുത്തില് പ്രാധാന്യം നൽകുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കുട്ടികളുമായി സംവദിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. അതായത് ഒരു ലക്ഷ്യം സാധിക്കണമെങ്കിൽ ആൾക്കാരെല്ലാം ഒരുപാട് ലക്ഷ്യങ്ങൾ, ഗോള് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നവര്. വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ അതിൽ തന്നെ ഗോൾ, ഒരു ലക്ഷ്യം മനസ്സിൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ അനവധി ഉണ്ട്. പക്ഷെ അത് എഴുതി വെക്കുന്നവർ വളരെ തുച്ഛം പേരേ ഉള്ളൂ. അത് എഴുതി വെക്കുകയും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഇതില് വളരെ പ്രധാനപ്പെട്ട, അതായത് സ്വപ്നവും ഒരു ലക്ഷ്യവും തമ്മിൽ എന്താ വ്യത്യാസം? സ്വപ്നങ്ങൾ കുറേ നമുക്കുണ്ടാവും. ലക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ നേടിയെടുക്കേണ്ട ഒരു സ്വപ്നമാണ്. അങ്ങനെ നിങ്ങൾ ടൈം വെക്കുമ്പോൾ മാത്രമാണ് ഒരു സ്വപ്നം ഒരു ലക്ഷ്യമായി തീരുന്നത്. പിന്നെ അത് എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കേവലം കൈകൾ കൊണ്ട് എഴുതുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല, അതൊരു ബ്രെയിൻ റൈറ്റിംഗ് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ അത് ബ്രെയിനിന്റെ
ചില പാറ്റേണുകളാണ് നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങിലൂടെ കൃത്യമായി പ്രതിഫലിക്കുന്നത്. നിങ്ങൾ അതിൽ ഇത്ര വിസ്മയകരമായി എന്തുണ്ട് എന്ന് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ അല്പം കൂടെ നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു സംഗതിയാണ് ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മുടെ ഹാർട്ടിന്റെ അവസ്ഥ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ECG എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ഒരു അവസ്ഥ എന്താണ്, അദ്ദേഹത്തിന്റെ ഗ്രാഫിലെ ഓരോ വരികൾ എങ്ങനെയാണ് വായിച്ചെടുക്കാൻ. അതുപോലെ ആരോഗ്യക്കുറവുള്ളവര്, അസുഖങ്ങളുള്ളവര്, അവരുടെ ECGയുടെ ഗ്രാഫ് എങ്ങനെ, മോർഫോളജി എങ്ങനെയാണ്, ഇത് വായിച്ചെടുക്കാൻ ആർക്ക് സാധിക്കും? ഡോക്ടർക്ക് സാധിക്കും. ഇതിനെപ്പറ്റി പഠിച്ച ഒരാൾക്ക് സാധിക്കും. എന്നതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് വായിച്ചെടുക്കാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ അതിന്റെ ഓരോ സ്ട്രോക്കുകളെ കുറിച്ചും അതിന്റെ സൈസുകളെ കുറിച്ചും അതിന്റെ സ്പേസിങ്ങിനെ കുറിച്ചും എല്ലാം അറിയുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ഗ്രാഫോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ECGയിൽ നിന്നും ഒരാളുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ എങ്ങനെ വായിച്ചെടുക്കാം, അതുപോലെ അതിൽ അധികമായിട്ട് സമഗ്രമായിട്ട് ഒരാളെ വായിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള അത്ഭുതകരമായ ഒരു സയൻസാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഞാൻ വിശദീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2, 3, 4 തരത്തിലുള്ള വ്യത്യസ്ത ഹാൻഡ് റൈറ്റിംഗ് സ്പെസിമനാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പ്രശസ്തരായ 2 ആളുകളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇതിനകത്തുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെത്. ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ സൈസ് ഒരാളുടെ ചില സവിശേഷതകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നല്ല പോലെ ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ജോലി ചെയ്യാനൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളുകൾ. അത്ര എക്സ്പ്രസീവ് ആകണമെന്നില്ല, പ്രകടനാത്മകമാവണമെന്നില്ല അവര് എന്നുകൂടി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കും. അതേസമയം കുറച്ച് വലിയ ഹാൻഡ് റൈറ്റിംഗ്, നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വലുതാറ്റിയ അക്ഷരങ്ങൾ എഴുതിയിരുന്നവർ പിന്നീട് ചുരുങ്ങിപ്പോ. കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അവർ ഭയങ്കര ഓടിച്ചാടി നടന്ന് പോകുന്ന ആൾക്കാരാണല്ലോ. അവരുടെ അറ്റൻഷൻ സ്പാനും കുറവാണല്ലോ. അപ്പൊ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തരക്കാരായിരിക്കും ഈ സ്മോൾ ഹാൻഡ് റൈറ്റിംഗ്. അതേസമയം വലിയ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്നവര് പലപ്പോഴും ഔട്ട് ഗോയിങ്, വളരെയധികം ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഹാൻഡ് റൈറ്റിംഗിൽ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ആണ്. സ്ലാന്റ് പറഞ്ഞാൽ ചെരിവ്. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്നവരുണ്ടാവും, ഇടത് ഭാഗത്ത് ചെരിയുന്നവരുണ്ടാവും. അതിന്റെ പ്രത്യേകത എന്താണ്? വലതു ഭാഗത്തേക്ക് എത്രമാത്രം ചെരിയുന്നോ അത്രമാത്രം ആ വ്യക്തി എക്സ്പ്രസീവ് ആയിരിക്കും, പ്രകടനപരമായ ശേഷിയുള്ള ആളായിരിക്കും. ഇപ്പൊ നമ്മള് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് ജോർജ് ബുഷ്. അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇടതുഭാഗത്ത് നൽകിയിരിക്കുന്നത്, ചെറിയൊരു പീസ്. മുകളിൽ കൊടുത്തിരിക്കുന്നത്, ഇടതുഭാഗത്ത് മുകളിൽ കൊടുത്തിരുന്നത് മഹാത്മാഗാന്ധിയുടെയാണ്, അതിന്റെ താഴെ ജോർജ് ബുഷിന്റെ ആണ്. നിങ്ങൾക്ക് പഴയ തലമുറക്കൊക്കെ ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള, അതായത് തുറന്നടിച്ച് ആരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ എപ്പോഴും റൈറ്റ് സൈഡിലേക്ക് സ്ലാൻഡ് ഉള്ള ആളുകളാണ്. അമിതം എത്രമാത്രം ചെരിവുണ്ടോ അതിനനുസരിച്ച് എക്സ്പ്രസീവ് ആണ് എന്നുള്ളതാണ്. ഇതിന്റെ മറ്റു ഒരുപാട് സവിശേഷതകൾ നമുക്ക് പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ വലതു ഭാഗത്ത് നൽകിയിരിക്കുന്നത് പ്രസിദ്ധമായ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുകളിലുള്ള ആ വ്യക്തിയുടെ, അതായത് ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗ്. ഈ നിങ്ങൾ സ്ലാൻഡ് ഇല്ലാതെ, അതായത് വലതു ഭാഗത്തേക്കും ചെരിയുന്നില്ല ഇടതു ഭാഗത്തേക്കും ചെരിയുന്നില്ല, ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള സ്ലാൻഡ് ആണ്. അതായത് ഒരു ബോഡി പോസ്ചർ ഒരാളെ നമ്മൾ നോക്കുമ്പോൾ നല്ല നിവർന്ന് വെർട്ടിക്കലായിട്ട് നടക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രത്യേകതകൾ എന്തായിരിക്കും?
അതേപോലെ നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിലും ഇങ്ങനെ തന്നെയുണ്ട്. ഇടത് ഭാഗത്തേക്ക് സ്ലാന്റ് ഉള്ള ആളുകളുടെ സവിശേഷത മറ്റൊന്നാണ്. ചിലരത് ഇടത് ഭാഗത്തോട്ടും വലത്തോട്ടും ഇടക്കിടക്ക് മാറിയും മറിഞ്ഞും വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ സവിശേഷതകൾ മറ്റു പിന്നെ അതായത് അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാവണം. അവരുടെ മാനസികമായ മൂഡും ഇതൊക്കെ അനുസരിച്ച് ഹാൻഡ് റൈറ്റിങ്ങിൽ മാറ്റം വരും. ഇതുപോലെ ഒട്ടനവധി സവിശേഷതകൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ, അതായത് വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല. ഈ സ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ സ്ലാന്റ് നമ്മൾ അളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 90 ഡിഗ്രി നമ്മൾ സാധാരണ പ്രൊട്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ നേരെ നിൽക്കുന്ന വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതാണല്ലോ 90 ഡിഗ്രി എന്ന് പറയുന്നത്. അതിന്റെ പിൻഭാഗത്തേക്ക് പോകുന്തോറും ആളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് റിസർവ്ഡ് ആണ്, സെൽഫ് സെന്റേർഡ് ആണ്, ജഡ്ജ്മെന്റ് റൂൾസ്, അതായത് കുറെ നിയമങ്ങളെ പാലിക്കുകയും ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും. അതേസമയം എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകതകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവരൊന്നും കൂടി ഹാർട്ടുമായി, അതായത് ഹൃദയം കൊണ്ട് സംവദിക്കുന്ന തരം ആളുകളാണ്. അവർ എക്സ്പ്രസീവ് ആയിരിക്കും എന്നതുകൂടി മനസ്സിലാക്കുക. നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടി ഇതിനെ വിശദമായിട്ടൊക്കെ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കമന്റ്സിൽ അറിയിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. മറ്റൊരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക, ഹാൻഡ് റൈറ്റിംഗ് നമ്മളിപ്പോ ഇംഗ്ലീഷ് എഴുതുമ്പോൾ 4 ലൈനിൽ 4 ലൈനിലാണ് നമ്മൾ എഴുതുന്നത്. അതിൽ മുകളിൽ കണ്ടില്ല, അപ്പർ സോൺ, മിഡിൽ സോൺ, ലോവർ സോൺ. ഓരോ സോണിലും ഓരോ പ്രത്യേകതയുണ്ട്. അതനുസരിച്ച് ഓരോ ലെറ്ററിന്റെയും സ്ട്രോക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. ഇതനുസരിച്ച് ഓരോരുത്തരെ നമുക്ക് വായിച്ചെടുക്കാം, മനസ്സിലാക്കിയെടുക്കാം. ഒരുപാട് കാര്യങ്ങൾ ഒരാളെ വായിച്ചെടുക്കാൻ പറ്റിയ ഒരു വലിയ ടൂളാണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സ്വഭാവവും പെരുമാറ്റവും ഇമോഷനും ഒക്കെ പലപ്പോഴും നമുക്ക് വായിച്ചെടുക്കാൻ പ്രയാസമാണ്. കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ കുറെ പ്രയാസം. അതേസമയം ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ അത് വളരെ എക്സൈറ്റിംഗ് അല്ലേ. അപ്പോ അത്ര കൗതുകകരമായ വിവരങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ ഇത് പരമാവധി ഈ വിഷയം നിങ്ങൾ ഏറ്റെടുത്ത് പങ്കുവെക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അറിയിക്കുക. ഇതുവരെയും ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.